അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലെ അവസാന ഭാഗത്തേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പരിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടായി പറഞ്ഞു, ഇഹ്ഫദ് ലിസാനക വഹ്ബിസ് നഫ്സക വബ്കി അലാ ഖതീഅതിക. വഹ്ഫദ് ലിസാനക, നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക. നാം വളരെയേറെ പ്രയാസപ്പെട്ട് കഠിനമായ ചൂടിനെ അവഗണിച്ച് ധാരാളമായി ക്ഷീണം പലപ്പോഴായി സംഭവിച്ച് അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് പരിശുദ്ധമായ റമളാനിലെ നോമ്പ് ഓരോരുത്തരും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ നിത്യേനമെന്നോളമുള്ള സേവനങ്ങളും പാചകങ്ങളും പിന്നെ അത് കഴിഞ്ഞ് തറാവി നിസ്കാരവും വിത്ർ നിസ്കാരവും അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും കൊണ്ടും ചെയ്യുന്ന അമലുകൾ മറ്റൊരാളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഹ്ഫദ് ലിസാനക, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. കാരണം മഹ്ശറ മൈതാനിയിൽ ഒരു രംഗത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മനിൽ മുഫ്ലിസ്, ആരാണ് നിങ്ങളിൽ പാപ്പരായി പോയവർ? ഒരുപാട് അമലുകളുടെ ലഗേജുകളുമായി മഹ്ശറയിൽ സന്തോഷത്തോടെ കടന്നു വരുന്ന ചില ആളുകളെ കാണാം. ആ ആളുകൾ അവസാനം അവരുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ നന്മകളെല്ലാം പലർക്കായി കൊടുത്തതിന് ശേഷം ഇനി കൊടുക്കാൻ ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ തിന്മകളും കൂടി ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടിലായി പോയ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തരുന്നുണ്ട്. അതാണ് പാപ്പരായ ആളുകൾ. ധാരാളം നിസ്കാരങ്ങളും നോമ്പുകളും ഉംറകളും ഹജ്ജുകളും സ്വതക്കകളും ദിക്റുകളും എല്ലാമായി അവർ മഹ്ശറ മൈതാനിയിൽ വരികയാണ്. അവർ തുടക്കത്തിൽ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ചില ആളുകൾ അവിടെ വരും, അല്ലാഹുവേ, ഈ നിൽക്കുന്ന ആൾ എന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ ആളാണ്, എന്നെ കുറിച്ച് നമീമത്ത് പറഞ്ഞ ആളാണ്, എന്നെ കുറിച്ചില്ലാത്തതും ഉള്ളതും എന്റെ അസാന്നിധ്യത്തിൽ പരത്തിയ ആളാണ്, ഫോണിലൂടെ എന്നെ സംബന്ധിച്ച് അവർ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അള്ളാഹു പറയും അതിന് പകരം കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഈ ചൂടത്ത് അനുഷ്ഠിച്ച നോമ്പും പ്രയാസപ്പെട്ട് നിസ്കരിച്ച തറാവീഹുമെല്ലാം ഓരോ ദിവസത്തതും അവരെ കണക്കനുസരിച്ച് നാം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനം കൊടുക്കാനൊന്നുമില്ല, ഇനിയും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറയും, എങ്കിൽ അവന്റെ സയ്യിആത്തുകൾ നീ വഹിക്കുക, അവന്റെ തെറ്റുകുറ്റങ്ങൾ നീ ഏറ്റെടുക്കുക. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സന്തോഷവുമായി കടന്നു വന്ന ആളുകൾ ഉള്ള അമലുകൾ നഷ്ടപ്പെട്ട അവസാനം ചർച്ച ചെയ്യാനും ഷെയർ ചെയ്യാനും സംസാരിക്കുവാനും പ്രമേയമാക്കിയത് അവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങളും കൂടി ഏറ്റെടുത്ത് അവിടെ പാപ്പരായി നിൽക്കുന്ന ചില ആളുകളെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദ് ലിസാനക, അതുകൊണ്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നാം ചെയ്യുന്ന അമലുകൾ മറ്റൊരാൾക്കും കൊടുക്കാനുള്ളതല്ല, അത് നമുക്ക് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ
തുടർന്നുള്ള ദിവസങ്ങളിൽ ഉറക്കമൊഴിച്ചും ക്ഷീണിച്ചും നാം നേടിയെടുക്കുന്ന ആത്മീയമായ പരിവേശം അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നമ്മുടെ നാവിനെ സംബന്ധിച്ച് നാം ശ്രദ്ധയോടെ ഇരിക്കുക. ഇഹ്ഫദ് ലിസാനക്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. തുടർന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹ്ബിസ് നഫ്സക്, നിന്റെ ശരീരത്തെ നീ ചങ്ങലക്കിടുക, നീ ജയിലിലടയ്ക്കുക, നീ പിടിച്ചു കെട്ടുക. ആ ശരീരം പറയും ഒന്നുറങ്ങാം. വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതവും രഹസ്യ ജീവിതവും എല്ലാം ഒപ്പിയെടുത്ത് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു നൽകിയ ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റുൽ അഖീർ ശദ്ദ മഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ റമളാൻ മാസത്തിൽ മുണ്ട് മുറുക്കിയെടുക്കുകയാണ്. എന്തിനാണ് മുണ്ട് മുറുക്കിയെടുക്കുക എന്ന പ്രയോഗം നാം ഉപയോഗിക്കുന്നത്? ഒരു വല്ലാത്ത പരിശ്രമത്തിന് തയ്യാറാവുകയാണ്. ഒരു വലിയ ഭാരമെടുക്കാൻ നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ട് ഒന്നും കൂടി മുറുക്കി ഉടുക്കും, ഒന്നും കൂടെ സ്റ്റഡിയാവും. അറ്റൻഷൻ സ്റ്റാൻഡീസ് എന്ന് ഡ്രില്ലിൽ പറയുന്നത് പോലെ ഒന്ന് റെഡിയാവുകയാണ്. അതുവരെ നല്ല തയ്യാറെടുപ്പിലായിരുന്നു. 1 മുതൽ 20 വരെയും നല്ല അധ്വാനത്തിലായിരുന്നു. എന്നാൽ ആ അധ്വാനമൊന്നും പോരാ, ഇനി നല്ല മികച്ച ഒരു അധ്വാനം വേണം. അതുകൊണ്ട് ഹബീബായ തങ്ങൾ മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത തയ്യാറെടുപ്പ്. ശരീരത്തിന്റെ ക്ഷീണമോ അതിന്റെ അലസതയോ ഒന്നും വകവെക്കാതെ ആ ആത്മീയമായ വഴിയിൽ ആ ശരീരത്തെ കൊണ്ടുപോകുമായിരുന്നു. വഅഹ്യാ ലൈലഹു, നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ രാത്രി സജീവമാക്കുമായിരുന്നു. മാത്രവുമല്ല വഅയ്ഖള അഹ്ലഹു, തന്റെ അഹ്ലുകാരെ, ഭാര്യമാരെ, സന്താനങ്ങളെ, തന്റെ ഖാദിമീങ്ങളെ വിളിച്ചുണർത്തി ഇബാദത്ത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. മുഹമ്മദീയ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഒറ്റയൊറ്റ രാവുകളെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ ഇനി അത്തരം രാവുകൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാത്രി ഒന്ന് സജീവമാക്കി ഒരു പക്ഷേ ആ ലൈലത്തുൽ ഖദ്റുമായി യോജിച്ചുകൊണ്ട് നാം ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു സ്വതക്ക ചെയ്താൽ, ഒരു റക്അത്ത് നമ്മൾ നിസ്കരിച്ചാൽ, ഒരു പേജ് നാം ഖുർആൻ ഓതിയാൽ അത് 83.4 മാസം, 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ്. അഥവാ 1000 മാസം അത്രയാണ് വർഷക്കണക്കനുസരിച്ച്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുക, ചങ്ങലക്കിടുക, അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുക. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വബ്കി അലാ ഖതീഅതിക്, നീ ധാരധാരയായി കണ്ണീരൊലിപ്പിക്കുക. അല്ലദീ അൽഹക വഅബ്ക, പരിശുദ്ധ ഖുർആൻ ചിരിപ്പിച്ചവനെ ആയ അല്ലാഹുവിനെ പ്രശംസിക്കുന്നുണ്ട്, കരയിപ്പിച്ചവനുമായ അല്ലാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. രണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ കണ്ണീരിന്റെ ജലം അത് നാളെ ശേഖരിച്ചു വെച്ച് നമ്മുടെ ദേഹത്തേക്ക് വരുന്ന നരകാഗ്നിയെ കെടുത്താൻ നാളെ മഹ്ശറയിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നരകത്തിലേക്ക് ഒഴിക്കുന്നത് കാണാം.
എന്താണ് എന്ന് അത് ചോദിച്ചപ്പോൾ അത് മുഹമ്മദീയ സമുദായം തന്റെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണീരാണ്. അള്ളാഹു നമ്മുടെ മഹ്ശറ ജീവിതം അതുപോലെ തന്നെ ആഖിറം നമുക്ക് വെളിച്ചമാക്കി തെരുമാറാകട്ടെ. നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബാദികൾ, സഹായികൾ അള്ളാഹു രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. തസ്ബീഹ് മാലയുടെ കൂട്ടിയടിക്കുന്ന ആ ശബ്ദം പോലും, തസ്ബീഹ് മണി തസ്ബീഹ് ചെല്ലുമ്പോ കുട്ടിമുട്ടുന്ന ശബ്ദത്തെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ചെയ്തു പോയ പാപത്തിന്റെ മേൽ വിറങ്ങലിച്ച് നിലവിളിച്ച് കണ്ണീരൊലിപ്പിക്കുന്ന ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങിക്കരച്ചിലിന്റെ ഞെരുക്കത്തിന്റെ ശബ്ദമാണ് എന്ന് ഇമാം റാസി അവിടുത്തെ മാസ്റ്റർ പീസായ തഫ്സീറുർ റാസിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നീ കരയുക. നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടിയെന്ന് ഒരാളും നിനക്ക് ഉറപ്പ് തന്നിട്ടില്ല. അതുകൊണ്ട് അതിപ്പോ ഒരുപാട് വർഷമായല്ലോ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ചെയ്തതാണല്ലോ, ഇപ്പൊ എനിക്ക് 60 വയസ്സാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ വകുപ്പില്ല. നാം ഓർമ്മയായ കാലം മുതൽ, പ്രായപൂർത്തിയായ കാലം മുതൽ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും അപരാധങ്ങളും പാപങ്ങളെയും ഓർത്തുകൊണ്ട് നീ കരയുക. കരച്ചിൽ ഒരു നല്ല മരുന്നാണ്, കണ്ണിന് ആരോഗ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ന്യൂ ബോൺ ജനിച്ച കുട്ടി കരഞ്ഞില്ല എങ്കിൽ ഡോക്ടർക്ക് അങ്കലാപ്പാണ്, തള്ളയ്ക്ക് വിഷമമാണ്. പുറത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്, കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ കരയാൻ വേണ്ടി ഡോക്ടർമാർ അവർ കയ്യിരിക്കുന്ന ഇരുമ്പിന്റെ സാധനങ്ങൾ, താക്കോല് പോലെയുള്ളത് കൊണ്ട് അവന്റെ കാൽപാദത്തിന്റെ അടിയിൽ തോണ്ടുന്നത് കാണാം. അങ്ങനെ കരഞ്ഞു കിട്ടിയാൽ അവന്റെ എല്ലാ സിസ്റ്റവും പ്രവർത്തിച്ചു തുടങ്ങി. 9 മാസം റെസ്റ്റിലായിരുന്നു അവന്റെ ശരീരം. റെസ്റ്റിൽ കടന്ന ഒരു വാഹനം രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒന്ന് തള്ളിക്കൊടുക്കൽ ആവശ്യമാണ്. ഒരു 5-6 ദിവസം ഓഫായി കിടന്ന വണ്ടി, അല്ലെ ഹർത്താല് പ്രമാണിച്ച് യാത്ര മുടങ്ങിയ വാഹനം, അത് 2ാമത് ദിവസങ്ങൾ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തള്ളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഒരു തള്ളൽ, അങ്ങനെ കുട്ടി കരയുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. കുഞ്ഞ് കരഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. ഇനി എല്ലാവരും കരയുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് മടങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പ മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ളവർ കരയുകയാണ്, അപ്പോൾ നമുക്ക് ചിരിക്കണം. പണ്ട് ഞാൻ ജനിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സമയത്ത് കരഞ്ഞു നമ്മൾ, അപ്പോൾ എല്ലാവരും ചിരിച്ചു. അൽഹംദുലില്ലാ, കുട്ടി കരഞ്ഞിട്ടുണ്ട്, ആരോഗ്യവാനാണ്. എന്നാൽ എല്ലാവരും നമ്മുടെ ചുറ്റിൽ നിന്ന് കരയുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അപ്പോൾ നമുക്ക് സ്വർഗം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മടങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ക്ഷീണം കൊണ്ട് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തും ചെയ്തുപോയ പാപങ്ങളെ ഓർത്തും നാം വല്ലാതെ ആ കണ്ണീരുകൾ ഒലിപ്പിക്കുക. ആ കണ്ണീര് നമുക്ക് ആവശ്യമാണ്. അത് ശേഖരിച്ചു വെക്കപ്പെടും. നാളെ കത്തിജ്വലിക്കുന്ന, ആർത്തടിച്ചു വരുന്ന ജ്വാലകൾ കണക്കെ ജഹന്നം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജഹന്നം ചോദിക്കും, ഇനിയും വേണം, ഹൽ മിൻ മസീദ്, ധാരാളം ഇനിയും വേണം എന്ന് നരകം ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ആ നരകത്തിന്റെ തീജ്വാലകളെ ഈ കണ്ണീര് കൊണ്ട് കെടുത്തിത്തരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഇടയത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ പരിചയപ്പെടുത്തുകയാണ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവിടെ ചോദിക്കും, നിനക്കെന്താണ് വേണ്ടത്? അള്ളാഹു അതാ നിന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
നിന്റെ ചോദ്യത്തിന് അള്ളാഹു ശ്രദ്ധിച്ചിരിക്കുന്നു. നീ ഇഷ്ടമുള്ളത് ചോദിക്കുക. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങൾ നീ അള്ളാഹുവിനോട് പറയുക. അർഹമുർ-റഹീമായ റബ്ബ് നിന്റെ ആവശ്യങ്ങൾ കേൾക്കാനും അത് വീടിത്തരാനും തയ്യാറാണ്. നാം ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തുക. ധാരാളമായി യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരുന്നതാണ്. ഈ കാര്യം ആ മലക്ക് നമ്മളോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ആണുങ്ങൾ പള്ളികളിൽ തന്നെ വന്ന് ഇഅ്തികാഫ് സജീവമാക്കുക. ഉമ്മമാർ അവരുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായി, തറാവീഹിന് മുമ്പ് ഒരു കുളി സുന്നത്തുണ്ട്, അതെല്ലാം നിർവഹിച്ച് റാഹത്തായി ഉന്മേഷം വീണ്ടെടുത്ത് തറാവീഹും അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരവും വിത്ർ നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാമായി കഴിഞ്ഞുകൂടുക. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വാങ്ക് വിളിക്കുന്നത് വരെയും ഇബാദത്തിലാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഖബർ വിശാലത ചെയ്തു തരുമാറാകട്ടെ. നമ്മളുടെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മളുടെ സന്തോഷത്തിന് കാരണമായവരെ അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹായികൾ, സുഹൃത്തുക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.